ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട ദേവ്സ് കുക്കിംഗ് വേൾഡ് കുടുംബാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ആഘോഷകാലം സുരക്ഷിതമായി സന്തോഷമായി ഇരിക്കുക എല്ലാവരും. നമുക്ക് ഓണത്തിന് ഒരു എരിശ്ശേരിയും രസവും കൂടി തയ്യാറാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എരിശ്ശേരിക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ബൗൾ നിറയെ മത്തങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി തിരികെ വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ വൻപയർ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ കപ്പ നുറുക്കിയത് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വേണം. വെളുത്തുള്ളി 4-5 അല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒരു കുക്കറിലേക്ക് മത്തങ്ങയും കപ്പയും ആ പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പയർ വേവിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേമ്പോ ചേനയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് രസം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടി ഞാൻ 4 പഴുത്ത തക്കാളിയും 1/4 കപ്പ് സാമ്പാർ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 6-7 വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് കായം. നമുക്കിനി ഈ ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പാനിൽ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് മറ്റുള്ളതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഉലുവയും ജീരകവും കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്ത് കോരാം നമുക്ക്. ഇതാണ് ഒരു പരുവം. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ആ സാമ്പാർ പരിപ്പും തക്കാളിയും കൂടെ നന്നായിട്ട് ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസ് മാത്രം മതിയാകും, കൊത്ത് വേണ്ട. കുറച്ച് വെള്ളം കൂടെയൊക്കെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ആ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തക്കാളി രസം ഉണ്ടാക്കാം. ബാക്കി വന്ന എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അല്ലാതെ വീണ്ടും ചേർത്തു. കടുക് പൊട്ടിച്ചിട്ട് ഞാൻ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അരിച്ച് വെച്ചേക്കുന്ന തക്കാളി ജ്യൂസും പരിപ്പ് ജ്യൂസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊള്ളണം. നമ്മുടെ രസം ഇവിടെ റെഡിയായി. നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാനിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ച് നമുക്കത് ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത്രയും അരഞ്ഞാൽ മതിയാകും. നമുക്കിനി ഈ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിന് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചുമന്ന ഉള്ളി 2-3 ചേർത്താൽ മതിയാകും. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി ഇതിന് കടുക് കൂടെ ഒന്ന് വറുത്തിടണം. കടുക് വറുക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടും തോറും ടേസ്റ്റും കൂടും.
കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിന് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഒരു കൈപ്പിടിയിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, അത്രയും ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് ആ ബ്രൗൺ കളറാകുന്നത് വരെ, തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കടുക് വറുക്കുന്നതാണ് ഇതിലേറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുക. കടുക് വറുത്തത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി സെർവ് ചെയ്യാം. ഓണത്തിൻ്റെ സദ്യ സ്പെഷ്യലാക്കാനുള്ള 2 ഐറ്റം ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രസവും നല്ല ഒരു എരിശ്ശേരിയുമാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഈ സദ്യക്ക് ഇത് ചെയ്യുക. ഈ രസമാണെങ്കിൽ ഒരു സാമ്പാറിൻ്റെ എഫക്റ്റ് തരുന്നൊരു രസമാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. രസം മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ചോറുണ്ണാൻ. അതുപോലെ എരിശ്ശേരി ആണെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഈ 2 ഐറ്റവും തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.